നമസ്കാരം. കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും അതോടൊപ്പം നിഷ്പക്ഷതയെയും സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള ആശങ്കകളാണ് വോട്ടെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ കമ്മീഷന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂർ പിന്നിട്ടിട്ടും അന്തിമ കണക്കുകൾ പുറത്തുവിടാനായിട്ട് സാധിക്കാത്തത് ദുരൂഹതകൾക്ക് ആക്കം കൂട്ടുകയാണ്. സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശ കണക്കുകളൊക്കെ തന്നെ വ്യക്തമാകാറുള്ള സ്ഥാനത്ത് ഇത്തവണ കമ്മീഷൻ പുലർത്തുന്ന ഈ മൗനം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കമ്മീഷന് വീഴ്ച പറ്റിയോ എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കിടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തന്നെ രംഗത്തെത്തിയത് ഈ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന മേഖലകളിൽ കമ്മീഷൻ ആർക്കെങ്കിലും വേണ്ടി ഒത്തുകളിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് കോട്ടയം ബെസലിയോസ് കോളേജിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്കു ചൂണ്ടേണ്ടി വരുന്ന സാഹചര്യം വരെ സൃഷ്ടിച്ചത് അത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ അസാധാരണമായ ഒരു കാഴ്ചയായി. ഡാറ്റ എൻട്രിയിലെ സങ്കീർണതകളും അവധി ദിവസങ്ങളും കാരണമായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും സാങ്കേതികമായ ഈ ന്യായങ്ങൾ ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല. ഓരോ ജില്ലയിൽ നിന്നുമുള്ള വോട്ടിംഗ് വിവരങ്ങളൊക്കെ തന്നെ ക്രോഡീകരിക്കാൻ ഇത്രയധികം സമയം എടുക്കുന്നത് അത് ആധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാനാവില്ലെന്നാണ് വിമർശനം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതും വിവരങ്ങൾ കൈമാറുന്നതിലെ സുതാര്യതയില്ലായ്മയും ഒക്കെ തന്നെ കമ്മീഷന്റെ നിഷ്പക്ഷതയ്ക്ക് മേലിപ്പോൾ നിഴൽ വീഴ്ത്തുകയാണ്. അന്തിമ കണക്കുകൾ വൈകുന്ന ഓരോ നിമിഷവും വോട്ടിംഗ് ശതമാനത്തിൽ കൃത്രിമം നടക്കുമോ എന്ന ഭീതിയെയാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിലും കമ്മീഷൻ പരാജയപ്പെട്ടുവെന്ന ആരോപണം നിലനിൽക്കുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സൗകര്യം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പകുതിയോളം പേർക്ക് മാത്രമാണ് അതിന് സാധിച്ചത്. ഏകദേശം 20,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടുവെന്നാണ് സർവീസ് സംഘടനകൾ പോലും ഇവിടെ വ്യക്തമാക്കുന്നത്. സ്വന്തം ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായിട്ടുള്ള വോട്ടവകാശം പോലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനം അത് എങ്ങനെയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് സുതാര്യമായിട്ട് പൂർത്തിയാക്കുക എന്ന ചോദ്യം കോടതിയിലേക്കും നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലഭ്യമായിട്ടുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തവണ കേരളത്തിൽ ജനങ്ങൾ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. നിലവിൽ ബൂത്തുകളിലൊക്കെ തന്നെ നേരിട്ടെത്തിയവരുടെ പോളിംഗ് ശതമാനം 78-ന് മുകളിലാണെന്നാണ് കണക്കാക്കുന്നത്. ഹോം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൂടി ചേർത്ത് കണക്കുകൾ പരിഗണിക്കുമ്പോൾ ഇത് 80% കടന്നേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 1987-ലെ ചരിത്രപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമായിട്ട് ഇത് മാറും. ഈ കുതിച്ചുചാട്ടം ഭരണവിരുദ്ധ വികാരമാണോ അതോ കമ്മീഷൻ നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെയൊക്കെ തന്നെ ഒരു വിജയമാണോ എന്നതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഈ വലിയ വർധനവ് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചർച്ചകൾ ഇപ്പോൾ കേരളത്തിലെ തെരുവുകളിലും അണികൾക്കിടയിലുമൊക്കെ തന്നെ സജീവമാണ്. സാധാരണഗതിയിൽ ഉയർന്ന പോളിംഗ് ഭരണമാറ്റത്തിൻ്റെ സൂചനയായിട്ട് വിലയിരുത്താറുണ്ടെങ്കിലും ഇത്തവണത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമാണ്. എന്നാൽ ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തുവിടുന്നതിലെ കാലതാമസം അത് ഈ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളേക്കാൾ കമ്മീഷന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വരും ദിവസങ്ങളിൽ അന്തിമ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ ആശങ്കകൾക്ക് അറുതിയാവുകയുള്ളൂ. എങ്കിലും ഈ വിവാദങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വലിയൊരു തിരിച്ചടിയായിട്ട് ഇപ്പോൾ തുടരുകയാണ്.